പ്രതിഷേധമല്ല സുഹൃത്തെ, അക്രമം അക്രമം അങ്ങനെ പറയൂ. പാർട്ടി സെക്രട്ടറി അടക്കമുള്ള ഒരു അക്രമത്തിന് നേതൃത്വം കൊടുക്കുകയാണ്. ഇതെല്ലാം ജനങ്ങൾ കാണുന്നതിന് ആരെ ആക്രമിച്ചെന്നാണ് പറയുന്നത്? എവിടെയാണ് അക്രമം ഉണ്ടായത്? CCTV-യിലൂടെ കേരളം മുഴുവൻ കണ്ടില്ലേ? പണ്ടായിരുന്നെങ്കിൽ ഇതാകാമായിരുന്നു. കാരണം അന്നൊന്നും ഈ വിഷ്വൽ മീഡിയയോ ചാനലുകളോ ഒന്നും ഇല്ലായിരുന്നു, സോഷ്യൽ മീഡിയ ഇല്ലായിരുന്നു. കള്ളം പറഞ്ഞാൽ കേൾക്കുമായിരുന്നു. നട്ടാൽ കുരുക്കാത്ത നുണയാണ് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജനങ്ങളുടെ പറഞ്ഞ് പ്രചരിപ്പിക്കും. പക്ഷേ ഇന്നെല്ലാവർക്കും മനസ്സിലായ കാര്യം എന്താണ്? അപ്പം ഇത്തരം കള്ള പറഞ്ഞ് കേസുകാരുടെ പേരിൽ കൊലക്കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ്. ഞാനതാ പറഞ്ഞത്. നവകേരള യാത്രയിലിടയിൽ മുഖ്യമന്ത്രി അംഗരക്ഷകർ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് അടിച്ചിട്ട് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പറഞ്ഞു. ഒരു കേസെടുത്തിട്ടില്ല അവരുടെ പേരിൽ, അടിച്ചവരുടെ പേരിൽ. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. തീർച്ചയായിട്ടും ഡേറ്റാ ചോർച്ചയുടെ ഗുരുതരമായ വിവരങ്ങൾ പുറത്തു വന്നാൽ സർക്കാർ വെട്ടിലാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് വഴിതിരിച്ചു വിടാൻ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഒന്നും മറഞ്ഞു പോവില്ല. അതൊക്കെ ജനങ്ങളുടെ മുമ്പിലുള്ളതല്ലേ. അതൊക്കെ അവരുടെ വേക്കിനാവാണ്. ഇതെല്ലാം മറന്നു പോകുന്നുള്ളൂ. ജനങ്ങൾ അങ്ങനൊന്നും മറക്കത്തില്ല. ജനങ്ങൾ മറക്കുന്ന കാര്യമില്ല. ഏതായാലും നമ്മുടെ ആരോഗ്യമന്ത്രി ഏറ്റവും നല്ല നടിക്കുള്ള അവാർഡ് കൊടുക്കേണ്ട ഒരാളാണെന്ന് ഇപ്പോൾ ബോധ്യപ്പെടുന്നു. മികച്ച നടിക്കുള്ള അവാർഡ് അവർക്ക് എന്തായാലും കൊടുക്കേണ്ട കാര്യമാണ്.